ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ തിരുപ്പൂർ പോയതിൻ്റെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ കാഴ്ചകൾ നിങ്ങൾ കാണാത്ത ഞാൻ കുറേ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സ്ഥലമാണ് എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ചങ്ങോട്ട് പോയപ്പോൾ ഞങ്ങളൊരു ചായ കുടിക്കാനൊക്കെ നിർത്തി ചായയും ചിപ്സും പിന്നെ മറ്റേ നമ്മുടെ റൗണ്ട് മുറുക്കും അതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ പെട്രോളൊക്കെ അടിച്ച് അവിടെ കുറച്ച് നേരം നിന്ന് വീണ്ടും യാത്രയൊക്കെ തുടങ്ങി. പോയത് ഞാൻ, എൻ്റെ ഇക്ക, ഉമ്മമ്മ, വല്യാപ്പൊക്കെ ആയിട്ടാണ് പോയി. വാപ്പാക്ക് കുറച്ച് തിരക്കുള്ളതുകൊണ്ട് വാപ്പ വന്നില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും യാത്രയൊക്കെ തുടങ്ങി. ഒരു 3 ടോൾ പ്ലാസയൊക്കെ കഴിഞ്ഞു പോയി. പിന്നെ കോയമ്പത്തൂരാണ് ഈ ഒരു സ്ഥലം. അവിടെ എത്തിയപ്പോൾ കോയമ്പത്തൂർ എയർപോർട്ടിൻ്റെ അവിടെ ഞങ്ങൾ നിർത്തി. അവിടെ ലാൻഡിങ് ഒക്കെ കാണാൻ പറ്റും, നല്ലൊരു സ്ഥലമാണ്, ഒരു മൊത്തം പറമ്പാണ്. അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ നിർത്തി. അപ്പോൾ എനിക്കും എൻ്റെ ഇക്കാക്കും ഈ ഫ്ലൈറ്റ് സ്പോട്ടിങ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങൾ പറ്റുന്ന അത്രയൊക്കെ ഞങ്ങൾ ഓരോ ഫ്ലൈറ്റ് സ്പോട്ടൊക്കെ പോയി കാണലുണ്ട്. അപ്പോൾ ഈ സാറ് മുന്നേ എവിടേക്കോ സ്ഥലമുണ്ട്, അവിടെ ഇപ്പോൾ ആരെയും കയറ്റുന്നില്ല, അവിടെയാണ് ഇങ്ങനെയൊക്കെ ഈ സാറ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ സാറ് പറയുന്നത് ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പാടെ വിട്ടിട്ടാണ്. അപ്പോൾ എൻ്റെ അണ്ണൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഇടയിൽ ഇതാ വരുന്നു, കണ്ടോ ഇതിൻ്റെ വീട്. നിങ്ങൾ ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോണിലൊക്കെ നോക്കിയിട്ടാണ് ഓരോ ഫ്ലൈറ്റ് തന്നെയൊക്കെ നോക്കിയത്. ആ പോയത് ചെറിയൊരു ഫ്ലൈറ്റ് ആയിരുന്നു, ഇപ്പോൾ ഇതാ വരുന്നു വലിയൊരു ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ നിന്നു. പിന്നെയൊക്കെ വരുന്നതൊക്കെ കുറേ ടൈം എടുത്തിട്ടാണ് ഫ്ലൈറ്റൊക്കെ വരുന്നത്. വീണ്ടും പെട്രോളിൻ്റെ അവിടെയൊക്കെ നിന്ന് വീണ്ടും ഞങ്ങൾ കഴിക്കാനൊക്കെ പോയി. ആരും രാവിലെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഞാനൊരു മസാല ദോശ, ഇക്കൊരു ഇഡ്ഡലി, പിന്നെ ഉമ്മ ഭൂരി, പിന്നെ ഉമ്മമ്മ പൊറോട്ട, പിന്നെ വലിയ അപ്പം ഇഡ്ഡലി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ച് ഞങ്ങളുടെ വയറൊക്കെ ഫുള്ളാക്കി ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. അപ്പോൾ ഇതാ വീണ്ടും ഈ ഒരു സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടെ നിർത്തി. ഈ ഒരു സ്പോട്ട് എനിക്ക് മുന്നേ അറിയായിരുന്നു, ഞാനാണ് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആ സൂം ചെയ്ത് കാണിക്കുന്നത് 4 ഹെലികോപ്റ്റേഴ്സാണ് പോകുന്നത്. പിന്നെ ആ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ വരുന്നത് ഒരു സാധനമുണ്ട്, അത് നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണു. അപ്പോൾ ആയി പോയത് ഒരു ഫൈറ്റർ ജെറ്റായിരുന്നു കേട്ടോ. അതാ ആ ഹെലികോപ്റ്റേഴ്സ് കുറേ നേരം അവിടെ നിന്ന് കറങ്ങി കളിക്കണു. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നപ്പോൾ കുറേ ഫൈറ്റർ ജെറ്റൊക്കെ ഇങ്ങനെ പോണു കാണാം കേട്ടോ. അതുപോലെ എല്ലാം നേരിട്ട് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ചത് എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ ഞാൻ കുറച്ച് ദിവസം ഇരിക്കാൻ പോയപ്പോൾ അതിൻ്റെ വീടിൻ്റെ മേലത്തെ കൂടെ ഇങ്ങനെ ഈ സൗണ്ടിൽ കുറേ അടുത്തു കൂടെ കുറേ ഫൈറ്റർ ജെറ്റിൻ്റെ സൗണ്ട് ഇങ്ങനെ പോകുന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ഥലം. ഞങ്ങൾ ഒരു ദിവസം തിരുപ്പൂർക്ക് പോണ വഴിയിൽ ഈ ഒരു സ്ഥലം ഞങ്ങളിങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ട് കൂടെ വന്നിട്ട് ഇത് ലാൻഡ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാ വരുന്ന 2 ഫൈറ്റർ ജെറ്റാണ്. അതിൽ ഒന്നാണ് ലാൻഡ് ചെയ്തിട്ടുള്ളൂ, ഒന്നതിന് കൂട്ട് തുണയ്ക്ക് വന്നാൽ തോന്നണു. അപ്പം ഞാൻ ഇവിടെ ഒന്ന് വീഴാൻ പോയി. ആ വീഡിയോ ഒക്കെ അതിൽ വന്നിരിക്കണു, ഇപ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം കണ്ടോ നല്ല രസമുണ്ട്, നല്ല പോണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ച് ഈ ഒരു എന്താണ് പാൽക്കോവയൊക്കെ കഴിച്ച്. പിന്നെ എൻ്റെ ഇക്കാക്ക് പിന്നെ ബോറടിയൊന്നുമില്ല, ആൾക്ക് കാർ ഓട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എവിടേക്ക് പോകാൻ പറഞ്ഞാലും എവിടേക്ക് പോകുകയാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വണ്ടിയൊക്കെ നിർത്തി ഞാനും എൻ്റെ ഇക്കയൊക്കെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കയ്യും കാലൊക്കെ ശരിയാക്കി. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയൊക്കെ തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ അടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്തായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.